ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു. ഇന്ന് ഭയങ്കര ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് കരുതിയിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് നൈറ്റി ബീഡ്സ് വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് കരുതി അതിൻ്റെ പണിയിലാണ്. ഇപ്പം നൈറ്റാണ്. 2 ദിവസമായിട്ട് ആരോഗ്യപരമായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ലോ BP ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഒരു 2-3 ദിവസമായിട്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ല. പുള്ളി വർക്കിൻ്റെ കാര്യമായിട്ട് ബാംഗ്ലൂർ പോയതാണ്. എന്തൊക്കെ നമ്മൾ ഭയങ്കര സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഞാനും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്. ബട്ട് ഓൾസോ എല്ലാത്തിനെയും തോൽപ്പിക്കുന്ന ഒരു പവറാണ് ലവിനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇല്ലാണ്ട് 1-2 ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മീ ടു ഹാൻഡിൽ. ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലല്ല, വീട്ടിലെ കാര്യങ്ങൾ അതിനുമല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഔട്ട്സൈഡ് കാര്യങ്ങളാണെങ്കിലും ഐ എം ഓക്കെ, ബട്ട് ടു ഹാൻഡിൽ മൈസെൽഫ് വിതൗട്ട് ഹിം ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതാണ്. എനിവേ, അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. കുറേ ദിവസമായി ഞാൻ മെഷീൻ യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാനൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത കാര്യം. അപ്പോൾ അവിടെ നമുക്ക് സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ബായ് ഉണ്ട്. സോ എൻ്റെ എല്ലാ ഡ്രസ്സസും പിന്നീട് അവനെ കൊണ്ടാണ് ചെയ്യിച്ചത്. അപ്പോൾ കുറച്ചായിട്ട് 4 to 5 months ആയിട്ട് ഞാൻ എനിക്കായിട്ടൊന്നും മെഷീനിൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാറില്ല. കടയിൽ നമുക്ക് പവർ മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് അതിൽ. അപ്പോൾ നമ്മൾ ഫുൾ അതിൽ തന്നെയായിരുന്നു ചെയ്യുക. അപ്പോൾ ഭയങ്കര ഒറ്റപ്പെടലായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ടൈമിൽ നോർമലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്നൊരു നോർമലൊരു ടോപ്പും ഒരു സിഗരറ്റ് പാൻറ്റും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ പണിയിലാണ്. ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇരുന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ലാസ്റ്റ് എത്തിക്കാൻ നേരത്ത് ഓരോ പണിയായിട്ട് കിട്ടും. നമ്മുടെ സ്പീഡും കൂടും, അതിനനുസരിച്ച് നൂല് പൊട്ടി 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 പോകും. അതൊക്കെ തന്നെയായിരുന്നു ഇവിടെയും. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജിലാണ്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. അയ്യോ ഗൈസ്, അപ്പോഴാണ് ഞാൻ കണ്ടത് ത്രെഡ് ഇത്രയേ ഉള്ളൂ. കണ്ടോ, അതും കൂടെ തീർന്നിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഒന്നുകൂടെ നന്നായി കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.